ലാൽസലാം വമ്പൻ ബഡ്ജറ്റിൽ വന്ന മലയാളം സിനിമ എമ്പുരാന് വെട്ട് വരുന്നു എന്നുള്ള കാര്യമാണ്. മാറ്റം ആവശ്യപ്പെട്ടത് നിർമ്മാതാക്കൾ തന്നെ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് എമ്പുരാൻ. ഇറങ്ങിയ ആദ്യ മണിക്കൂറുകൾ തൊട്ട് സിനിമയ്ക്ക് അങ്ങനെ ഒരു പേര് വരികയും ചെയ്തു. ഇതിനോടകം 2 ദിനം കൊണ്ട് 100 കോടി നേടിയ ഈ ഒരു ചിത്രത്തിന് റീസെൻസറിങ് വേണ്ടി വരുമോ എന്നുള്ള ഒരു കാര്യവും കൂടിയാണ് വരുന്നത്. 17ഓളം സ്ഥലങ്ങളിൽ കട്ട് പറയേണ്ടി വരും, ചിലയിടത്ത് മ്യൂട്ടും പറയേണ്ടി വരും എന്നുള്ള ലെവലിലാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നതായിട്ട് പുറത്ത് വരുന്ന കാര്യങ്ങൾ. ഗോപാൽജി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം പോലെ തന്നെ പോകുന്നു. എന്താണേലും ഒരു കാര്യം പറയാം, എമ്പുരാൻ എന്ന സിനിമയെ തകർക്കാൻ ഒരുപാട് രീതിയിൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സിനിമ 150 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് 4 ദിവസം കൊണ്ട്. 3-ാം ദിവസമായ ശനിയാഴ്ചയും മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമായി സിനിമ കുതിച്ചു പായുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. എമ്പുരാന് വെട്ടുവരുമ്പോൾ പലപ്പോഴും സിനിമയുടെ പല സ്ഥലങ്ങളിലും അതൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണേലും തിങ്കളാഴ്ചത്തോടെ സിനിമയുടെ ഈ ഒരു കാര്യങ്ങളിലെല്ലാം മാറ്റം വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗോപാലൻ തന്നെ പറയുന്നുണ്ട്, സിനിമയുടെ റീസെൻസറിങ് നടക്കുകയോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് 40 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള എമൗണ്ടാണ് വേണ്ടി വരിക. അതും സിനിമയ്ക്ക് ഒരു ബാധ്യതയായി തന്നെ വരുന്നുണ്ട്. ഇതിനോടകം തന്നെ എല്ലാ സ്ഥലങ്ങളിലും നമ്പർ 1 തൂക്കിയിരിക്കുകയാണ് ഈ ഒരു സിനിമ. എവിടെയൊക്കെ റിലീസ് ചെയ്തോ അവിടെയെല്ലാം നമ്പർ 1 തന്നെയാണ് സിനിമ നിൽക്കുന്നത്. കൊടൂരമായ കളക്ഷനാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം സിനിമയെ സിനിമയായി കണ്ടാൽ എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഏത് സിനിമയും മറ്റൊരു കാര്യമായി കാണുന്നതാണ് പ്രശ്നം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽസലാം.